കർമ്മം ചെയ്തതുകൊണ്ടല്ല അവിടെ മാറ്റം വരിക. ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും, അവർ തമ്മിൽ ഇണങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇണങ്ങിയത് ആ കർമ്മം ചെയ്തുകൊണ്ടല്ല. ആ കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ മനുഷ്യർ തമ്മിൽ അടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ കൃത്യമായൊരു കാരണമുണ്ട്. പക്ഷേ നമ്മൾ കരുതുന്ന കാരണമാവണമെന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളപ്പോൾ അതിനെയൊക്കെ ഏതോ ഒരു നിഗൂഢമായ കാരണത്തിൻ്റെ പിന്നാലെ കൊണ്ടുപോയി ആരോപിക്കുന്നു. നമ്മളുടെ മൈൻഡ് സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് കിട്ടൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു രാഷ്ട്രീയക്കാരൻ, ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരൻ, ആ രാഷ്ട്രീയക്കാരൻ ഡെഫിനറ്റ്ലി അദ്ദേഹം കാണുന്ന ചാനൽ ആ പാർട്ടിയുടെ ചാനലായിരിക്കും. അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റഗ്രാം പേജസൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള കാര്യങ്ങളെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ആളുകളുടെ ചാനലുകളായിരിക്കും. ഇങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം എത്ര കാലം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാർട്ടി എന്നേ ചിന്തിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഈ പാർട്ടി നല്ലതാണെന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കളക്ട് ചെയ്യുന്നത് മുഴുവനും ആ പാർട്ടി നല്ലതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വീഡിയോസും പോസ്റ്ററുകളും ഒക്കെ ആയിരിക്കും. ആ വ്യക്തി തൽക്കാലം ആ പരിപാടിയൊന്ന് നിർത്തിയിട്ട് ഒരു പരീക്ഷണം പറയുകയാണ്. വേറെ ഒരു പാർട്ടിയുടെ നല്ല വശങ്ങൾ തുറന്നു കാണിക്കുന്ന അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ചാനലും അവരുണ്ടാക്കുന്ന പോസ്റ്ററുകളൊക്കെ സ്ഥിരമായിട്ട് കാണുകയും ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ ഉള്ളിലുള്ള മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ആളുകൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നത്, മതം മാറുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടോ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അതായത് ലോകത്തിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മനുഷ്യന്. ഈ ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ പറയാൻ എല്ലാവർക്കും വസ്തുനിഷ്ഠമായ ആൻസർ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു നാട്ടിലെ മൂപ്പൻ, ഒരു ഗോത്രത്തിലെ മൂപ്പൻ, ആ മൂപ്പനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇന്ന് മഴ പെയ്യാത്തത്? അപ്പോൾ അദ്ദേഹം ശരിക്കും പറയേണ്ടതെന്ന് വെച്ചാൽ, കടലിലെ ജലം നീരാവിയായി ആകാശത്ത് പോയി മേഘമായിട്ട് ഇങ്ങനെ വരും. ആ മേഘം ഈ വഴിക്ക് ഇന്ന് വന്നിട്ടില്ല, അത് വേറെ ഏതോ വഴിക്കാണ് പോയത്, അതുകൊണ്ട് ഇന്നിവിടെ മഴ പെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരു മൂപ്പന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മൂപ്പന് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ മൂപ്പൻ്റെ പദവി പോകും. അപ്പോൾ മൂപ്പൻ അവിടെ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ മൂപ്പൻ എന്താ പറയുക? അപ്പോൾ ഇന്ദ്രദേവൻ കോപിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഇവിടെ ഒരു പാപിയുണ്ട് ഈ നാട്ടിൽ, ആ പാപിയുടെ മാനസിക സങ്കല്പങ്ങൾ കാരണമാണ് ഇവിടെ മഴ പെയ്യാത്തത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരും. ഇങ്ങനെ ഒരു കാലത്ത് കാര്യങ്ങൾക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ ഇല്ലാതിരുന്ന കാലത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്.